കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ്, കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. ഒന്ന് വിളിച്ചാലോ? മറ്റേ കാട്ടാളൻ അടുത്ത് കാണുമെന്തോ. ഏതായാലും ഒന്ന് വിളിച്ചേക്കാം. എന്റെ പേര് മാറ്റിയാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്, അപ്പോ കുഴപ്പമുണ്ടാവില്ല. ആ സാഗറെ. അയ്യോ, സാഗറിനൊന്നും പറയല്ലേ. അടുത്ത് അങ്ങേരുണ്ടെങ്കിലേ പ്രശ്നമാവില്ലേ? സരോജിനി എന്ന് പറഞ്ഞാ മതി. ഇവിടെങ്ങും അയാളില്ല. ഞാൻ അയച്ചതൊക്കെ കണ്ടായിരുന്നല്ലോ. കണ്ടു, വിശദമായിട്ട് കണ്ടു. പക്ഷേ എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. എന്താ? അയാളെ അവിടുന്ന് പിടിച്ച സ്ഥിതിക്ക് ആ നാട്ടുകാരെ കൊണ്ടെങ്കിലും അയാളുടെ ദേഹത്തൊന്ന് കൈവെപ്പിക്കായിരുന്നു. അത് പിന്നെ മഞ്ജുവിന്റെ ഭർത്താവല്ലേ, അതുകൊണ്ടാ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എന്തിനാ അയാളോട് അങ്ങനൊരു കരുണ കാണിക്കുന്നേ? ഇതുപോലെ പെൺകുട്ടികളെ വഞ്ചിക്കുന്നവരെയൊക്കെ തല്ലി ചതക്കണ്ടേ? സാഗറും ഈ ഗണത്തിൽ പെടും കേട്ടോ. അയ്യോ മഞ്ജു, ചിലപ്പോ എന്നെ പറ്റി മേഘൻ വേണ്ടാത്ത കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പൈസയുടെ അത്യാവശ്യം കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ടു എന്നല്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. ഞാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടികളെയും വഞ്ചിക്കാനും ശ്രമിച്ചിട്ടില്ല. അന്ന് പൈസയുടെ ആവശ്യം കൊണ്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഈ ആണുങ്ങളൊന്നുമേ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആര് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ലെന്ന്? ആണിലും പെണ്ണിലും പ്രശ്നക്കാരുണ്ട്. അത്തരക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാലാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. അല്ല, സാഗർ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഒരു വാടക വീട്ടിലാ. എന്താ, കാണണോ? ഏയ്, അതൊന്നും വേണ്ട. ഞാനേ വിവാഹിതനല്ല മഞ്ജു. പക്ഷേ ഞാൻ വിവാഹിതയാണ്. അറിയാം. പക്ഷേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും തികച്ചായിട്ടില്ല. അതിനിടയില് ദാമ്പത്യം തകർന്നല്ലോ എന്ന് ഓർക്കുമ്പോ മഞ്ജുവിന്റെ കാര്യത്തില് എനിക്ക് സങ്കടമുണ്ട്. ഇനി അയാളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഒന്നിച്ച് ഒരു മുറിയിൽ തന്നെ കഴിയുകയാണെങ്കിലും ആ മുറിക്കകത്ത് ഞങ്ങൾ രണ്ടായിരിക്കും. അതാണ് എനിക്കും വേണ്ടത്. ഹലോ. ആ, പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്റെ മനസ്സിലിപ്പോ മഞ്ജുവിനോട് സഹതാപം. ഇത്തരക്കാരോട് പ്രതികാരം ചെയ്യണം മഞ്ജു. അവൻ എന്താണോ ചെയ്തത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞോ, അതൊക്കെ ഞാൻ ചെയ്തു തരാം. ശരി. ഞാൻ വയ്ക്കുവാണേ. ആരോടാ നീ സംസാരിച്ച്? എന്നെ കണ്ടപ്പോ നീ ഫോൺ കേട്ടൊക്കെയല്ലോ. ദേ നോക്ക്. ആരാ ഈ സരോജിനി? എന്റെ ഒരു കൂട്ടുകാരിയാ. അല്ല, ഇന്നത്തെ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ സരോജിനി എന്നൊക്കെ പേരിടൂ. എന്താ പേരിട്ടാല്? ഇപ്പൊ പഴയ പേരിലേക്കാ പോകുന്നത്. സരോജിനി എന്നും കല്യാണി എന്നൊക്കെയാ മിക്ക പെൺകുട്ടികളുടെയും പേര്. ആ, അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ എന്റെ ഫോണിൽ അനാവശ്യമായിട്ട് ആരും വിളിക്കാറില്ല. ഞാനങ്ങനെ അന്യ ആണുങ്ങളുടെ നമ്പർ സേവ് ചെയ്യാറുമില്ല. അങ്ങനെ
അങ്ങനെ ചെയ്യുന്നവർക്ക് ഓരോരോ സംശയങ്ങൾ തോന്നുന്നു. അയ്യോ മോളെ, ഞാൻ വെറുതെ ചോദിച്ചാ. ഹ, നിന്നെ എനിക്ക് ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ നിന്നെ കാണുന്നതല്ലേ. അല്ല, നമുക്കിന്നൊന്ന് ചുറ്റാൻ പോയാലോ? എവിടേക്ക്? അല്ല, വെറുതെ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എനിക്കെന്തോ ഒരു താല്പര്യം തോന്നുന്നില്ല. അല്ല, എനിക്കൊപ്പം പുറത്തേക്ക് വരാൻ നിനക്കിപ്പോ വലിയ താല്പര്യമില്ലല്ലോ. ആ, കല്യാണം കഴിഞ്ഞ ശേഷം നിനക്കെപ്പോഴും പുറത്ത് പോണോന്നായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തോ ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല. മോളെ, നിനക്ക് എന്നെ എന്തേലും സംശയമുണ്ടോ?